ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫിറ്റായി കമാൻഡറും ഒരു മാസ്റ്റർ പ്ലാൻ ചെയ്ത് ആ ഡ്രഗ് ഡീലറിന്റെ മെയിൻ കിങ്ങിനെ തന്നെ പിടിക്കാൻ പ്ലാൻ ചെയ്യും. അങ്ങനെ അവസാനം പ്ലാൻ സക്സസ് ആയി ഇവെല്ലാം തിരിച്ച് മിലിറ്ററി സ്കൂളിൽ പോകുമ്പോഴാണ് നമ്മുടെ മെയിൻ കമാൻഡർ ഇതെല്ലാം അറിഞ്ഞിട്ട് ഇവെല്ലാം ഇങ്ങനെ വഴക്കുറഞ്ഞോണ്ടിരിക്കും. എടാ, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി എന്തൊക്കെയാ കാണിച്ചു വെച്ചേക്കുന്നത്? നിങ്ങൾ ഡ്രഗ് ഡീലിംഗ് കേസ് ഞാൻ ഇങ്ങനെയാണ് നടത്താൻ പറഞ്ഞത്. ആ പോലീസുകാരെ എന്നിട്ട് വഴക്കുറയുന്നു. ഇതിനെ കാരണം നിങ്ങളാ എന്തിനാ അവെല്ലാം വഴക്കുറയുമ്പോഴാണ് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ ഫിറ്റായി കമാൻഡറും പിന്നെ അവരൊക്കെ എന്ത് ചെയ്ത്? നീയല്ലേ നമ്മുടെ പിള്ളേരുടെ ജീവനൊന്നും മനസ്സിലാക്കാതെ ഡ്രഗ് ഡീലിംഗ് കേസ് അയച്ചത്? നീ എങ്ങനത്തെ മനുഷ്യനാ? എന്തിനാ അവന്മാരെല്ലാം സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് കേട്ട് ഹെഡ് കമാൻഡർ ദേഷ്യപ്പെടും. അപ്പോഴാണ് നമ്മുടെ ഫിറ്റായ കമാൻഡർ അതൊന്നും മൈൻഡ് ചെയ്യാതെ, എടാ പിള്ളേരെ, നിങ്ങളോട് ഇനി ഷൂട്ടിങ്ങിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അതെല്ലാം ചെയ്തത് ഞാനാന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഇനി ഇതുവരെയായിട്ട് ഒരു ബന്ധമില്ല, എല്ലാം ഞാൻ തന്നെ നോക്കണം എന്നിനെ അവരെല്ലാം പറഞ്ഞേക്കും. അങ്ങനെ ഇതെല്ലാം കേട്ടാവുമ്പോൾ എല്ലാം നമ്മുടെ ഫിറ്റായ കമാൻഡർ മാസമല്ലേ, ഞാൻ ഒട്ടും വിചാരിച്ചില്ല അയാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നിന് ഇവെല്ലാം സംസാരിച്ചുകൊണ്ട് തിരിച്ച് ക്ലാസ്സിൽ പോകും. അപ്പോഴാണ് നമ്മുടെ സോങ്ങും ഗൂവും കൂടെ നടന്നു പോകുമ്പോൾ അവിടെ സൂപ്പർ സ്റ്റാർ വരുന്നത്. ഇത് കണ്ടതോടെ ഗൂവും പെട്ടെന്ന്, എടാ സോങ്, അവൾ വന്ന് ചോദിച്ചാ ഞാൻ ഇവിടെ അല്ല, അങ്ങ് വിദേശത്ത് പോയെന്നങ്ങ് പറഞ്ഞാൽ മതി എന്നിന് അവനും പറയുമ്പോൾ സോങ്ങും, എടാ നീ വിദേശത്തല്ലല്ലോ ഇവിടെ അല്ലേ, പിന്നെ എങ്ങനെ ഞാൻ കള്ളം പറയുന്നത് എന്നിന് അവൻ പറഞ്ഞോടെ. ഇത് കേട്ട് ഗൂവും, പിന്നെ ഈ ലോകത്ത് നീ മാത്രമല്ല നല്ലവൻ, ഒന്ന് പറയടാ എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോവും. പക്ഷെ ഇത് കണ്ട് നമ്മൾ സൂപ്പർ സ്റ്റാറും അവനെ ഫോളോ ചെയ്തിങ്ങനെ വന്നിട്ട്, എടാ ഗൂ, എവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു എന്നിന് അവന്റെ ചെവിയും പിടിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതായത് നമ്മുടെ സൂപ്പർ സ്റ്റാറിന് ഇന്നൊരു സിനിമയുടെ അവസാനത്തെ ഷൂട്ടിംഗ് ആണ്. അതിനുവേണ്ടി ഗൂവിനെ വിളിച്ചോണ്ട് പോകുമ്പോഴാണ് ഡയറക്ടർ സൂപ്പർ സ്റ്റാറിനോട്, മാഡം, ഇതിനകത്ത് നിങ്ങളുടെ സീൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്തിട്ട് പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ പറ്റുന്നത്രയും കരഞ്ഞ് ഈ സീൻ മൊത്തത്തിൽ ഇമോഷണൽ ആക്കിയേക്കണം എന്നിന് അയാളും പറയുമ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഗൂവിനെ നോക്കും. അപ്പോഴാണ് അവനും വേറൊരു പെണ്ണിനോട്, നിന്നെ ഞാൻ ഈ ഏരിയയിലൊന്നും കണ്ടിട്ടില്ലല്ലേ, ഏത് പെർഫ്യൂം യൂസ് ചെയ്യുന്നത്, എന്റെ ഗേൾ ഫ്രണ്ടിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ എന്നിന് അവളായിട്ട് പഞ്ചാരടിക്കുമ്പോൾ ഇത് കണ്ട് സൂപ്പർ സ്റ്റാർ ദേഷ്യപ്പെട്ട്, എടാ എവിടെ പോയാലും നീ പെണ്ണുങ്ങളുടെ പുറകെ കാണില്ല, പക്ഷെ നീ എന്നെ മാത്രം മൈൻഡ് ചെയ്തില്ല എന്നിന് അവനായിട്ട് വഴക്കൊണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ഡയറക്ടറിന്റെ അസിസ്റ്റന്റ് വന്നിട്ട്, സാർ, നമ്മുടെ ഹീറോ എന്ന് വരത്തില്ലെന്ന് പറഞ്ഞു, കാരണം അവൻ വളർത്തുന്ന പട്ടിക്കുട്ടി അങ്ങാണ്ട് പനി പിടിച്ച് കിടക്കുവാന്ന്, അതുകൊണ്ട് അവൻ ഇവിടെ നിന്ന് ലണ്ടനിലേക്ക് പോയി എന്നിന് അവനും പറയുമ്പോൾ ഇത് ഡയറക്ടർ ഷോക്കായി, എന്തുവാ അവന്റെ പട്ടിക്കുട്ടി പനിയാന്ന് പറഞ്ഞ് എന്റെ ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്തിട്ട് പോയാ, ഇവനേക്കാണ് അടഞ്ഞ ഹീറോ ആയിട്ട് എന്റെ സിനിമയെ ചൂസ് ചെയ്ത എന്നിന് ഇവരെല്ലാം അവസാനത്തെ സീൻ ആരെ വെച്ച് ഇങ്ങനെ എടുക്കുന്ന ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ സൂപ്പർ സ്റ്റാറും അത് പിന്നെ ഡയറക്ടർ, ആ നടനെ പോലെ തന്നെ എനിക്കറിയുന്ന ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളാണ് അവനെ വെച്ച് ഇന്നത്തെ ഷൂട്ടിംഗ് അങ്ങ് നടത്താം, എന്തായാലും ഹീറോയുടെ ഫേസ് കാണിക്കാൻ പോകുന്നില്ല, ഞാനല്ല ഇതിനകത്ത് മെയിൻ റോൾ എന്നിന് അവളും പറയുമ്പോൾ ഇത് ഡയറക്ടറും, ആ ഹീറോയെ പോലെ തന്നെ ഇവിടെ ആരെങ്കിലും തന്നെ ഉണ്ടോ എന്നിന് ഡയറക്ടറും ചോദിക്കുമ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാറും ഗൂവിനെ ചൂണ്ടിക്കാണിക്കും. അപ്പോഴാണ് ഡയറക്ടർ അടുത്ത് എന്നിട്ട്, എക്സ്ക്യൂസ് മീ സാർ, ഒരു ബ്രേക്കപ്പ് സീൻ ഉണ്ട്, നിങ്ങളൊന്ന് ആക്ട് ചെയ്യുക എന്നിന് അയാൾ വിളിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഗൂ പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് സൂപ്പർ സ്റ്റാറും, എടോ അവനെക്കാണ് ഹാൻസം അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് വിട്, അവൻ സമ്മതിച്ചോളും എന്നിന് അവളും പറയുമ്പോൾ ഇത് ഡയറക്ടറും, സാർ നിങ്ങളൊക്കെ ഹാൻസമാ, ഞങ്ങളുടെ സിനിമയ്ക്ക് നിങ്ങളെ പോലത്തെ ഒരു ലുക്കായ ക്യാരക്ടർ ആവശ്യമുള്ള എന്നിന് ഡയറക്ടറും പറയുമ്പോൾ ഇത് അവനും, നിങ്ങൾ എന്തായാലും ഇത്രയ്ക്ക് എന്നെ കുറിച്ച് പറയുന്നില്ലേ, കുഴപ്പമില്ല, ഒരു ചെറിയ സീനല്ലേ, ഞാൻ വെറുതെ ഒന്ന് നിന്നോളാം എന്നിന് അവസാനം എങ്ങനെയല്ലൊക്കെ ഇവരെല്ലാം ഷൂട്ടിംഗ് എല്ലാം തീർത്ത് അവസാനം എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. അങ്ങനെ അവസാനം നമ്മൾ സൂപ്പർ സ്റ്റാറും അവളുടെ ഡ്രിങ്ക്സ് എല്ലാം കുടിച്ച് ഫുൾ ഫിറ്റ് ആകും. അതേസമയം എത്ര കുടിച്ചാലും നമ്മുടെ ഗൂ മാത്രം സ്ട്രോങ് ആയിട്ടിരിക്കുമ്പോഴാണ് സൂപ്പർ സ്റ്റാറിന്റെ അസിസ്റ്റന്റും, ഗൂ സാർ, ഞാൻ ഡയറക്ടറിനെ കൊണ്ട് വീട്ടിൽ ആക്കണം, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ മാഡം ക്യൂമാൻഡിനെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കാവോ എന്നതിന് സൂപ്പർ സ്റ്റാറിനെ നമ്മുടെ ഗൂഡയെ കൊടുത്തയക്കും. അങ്ങനെ അവന് ഇവളെ പൊക്കിക്കൊണ്ട് വീട്ടിൽ പോകണമെന്ന് ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് അവള് നമ്മുടെ ഗൂഡയത്ത് ചാടിയിട്ട്, പോട്ടെ വണ്ടി എന്നതിന് അവനെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഇവരുണ്ടെങ്കിൽ നടന്നുപോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഡ്രൈവർ അടുത്തേക്ക് വന്നിട്ട്, സാർ നിങ്ങൾ മാഡത്തിന് ഇവിടെ ഇറക്കിയിട്ടേക്ക്, ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയേക്കാം എന്നിന് അവനും പറയുമ്പം ഇത് കേട്ടോടെ പെട്ടെന്ന് അവനും സൂപ്പർ സ്റ്റാറിനെ തറ ഇറക്കിയിട്ട്, ആ ലേഡി സൂപ്പർ സ്റ്റാർ, നിന്നെ കൊണ്ടാക്കാൻ വേണ്ടി നിന്റെ ഡ്രൈവർ വന്നിട്ടുണ്ട്, ഞാൻ പോവാ എന്നിന് അവനും പറയുമ്പം ഇതേക്കാതെ അവളും, ഇല്ല ഇല്ല, എനിക്ക് അവന്റെ കൂടെ ഒന്ന് വീട്ടിൽ പോകണ്ട, ഞാൻ വീട്ടിൽ പോകണമെങ്കിൽ നീ എന്നെ കൊണ്ടാക്കണം എന്നിന് അവള് നിർബന്ധമായിട്ട് പറയുമ്പം ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവനും, ഒന്ന് പോയാൽ എനിക്ക് വേറെ പണിയുള്ള എന്നിന് അവളെ മൈൻഡ് ചെയ്യാതെ അവനും മിലിറ്ററി സ്കൂളിലേക്ക് അങ്ങ് പോകും. അതിനേശം അവനും സീക്ക് കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ കൊടുത്തിട്ട് അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോഴാണ് വേറൊരുത്തൻ നമ്മുടെ ഗൂനെ ഉണർത്തി, എടാ ആ സൂപ്പർ സ്റ്റാർ നീ ഇറക്കി വിട്ട സ്ഥലത്ത് തന്നെ നിൽക്കുവാന്ന്, നീ പോയി പിക്കപ്പ് ചെയ്താൽ വീട്ടിൽ പോകത്തുള്ളൂ എന്നിന് അവനോട് പറഞ്ഞവിടെ. ഇത് കേട്ട് ഗൂവും പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അവൻ ഹോട്ടലിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവൾ അവിടെ തന്നെ കുത്തിയിരിക്കുന്നത്. അങ്ങനെ അവളുടെ ഫേസ് കണ്ടതോടെ അവന്റെ ദേഷ്യം പോയിട്ട്, സൂപ്പർ സ്റ്റാർ, ഞാൻ നിന്നെ വീട്ടിൽ പോകാനല്ലേ പറഞ്ഞു, പിന്നെ തന്നെ നീ പോകാത്ത എന്നിന് അവൻ ചോദിക്കുമ്പോൾ അവളും, അത് ഞാൻ പറഞ്ഞില്ല, നീ എന്നെ കൊണ്ടാക്കിയാലേ ഞാൻ പോകത്തുള്ളൂ എന്നിന് അവളും ബോധമില്ലാതെ പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അവസാനം വേറെ വരിയില്ലാതെ നമ്മുടെ ഗൂതൻ അവള് പൊക്കെടുത്തോണ്ട് അവളുടെ വീട്ടിൽ കൊണ്ടാക്കും. പക്ഷെ അവൾ കാറിൽ നിന്ന് ഇറങ്ങാതെ, ഇല്ല ഞാൻ വീട്ടിലേക്ക് വരത്തില്ല എന്നിന് അവളും പറയുമ്പം ഇത് കേട്ടവനും, അതിന് എന്റെ കാറ് നിന്നെ കിട്ടിയുള്ള, നിന്നെ കൊണ്ട് ശല്യമായില്ല എന്നിന് അവളും പൊക്കെടുത്തോണ്ട് വീട്ടിൽ കൊണ്ടാക്കും. അതിനുശേഷം അവന് വീട്ടിൽ പോകാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് സൂപ്പർ സ്റ്റാറും, ഗൂ എന്തായാലും വീട്ടിൽ വന്നില്ല, എന്റെ അച്ഛനമ്മയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകത്തുണ്ട് എന്നിന് അവള് ഫുൾ ആക്റ്റീവായിട്ട് പറയുമ്പോഴാണ് ഇത് കേട്ടവനും, എടി ഇപ്പഴല്ലേടി നീ ഫുൾ ഫിറ്റ് ആയി കിടന്ന് നിനക്ക് ആക്ഷൻ കാണിച്ച, അതിനും നീ ആക്റ്റീവ് ആയ എന്നിന് അവന് ഷോക്കാകും. അപ്പോഴാണ് അവളും, ഗൂ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് എന്റെ പാരന്റ്സിനും കൂടെ കണ്ടിട്ടോ, നമ്മളൊക്കെ ഇനി ഫ്യൂച്ചറിൽ ഒരേ ഫാമിലി ആകാൻ പോകില്ല എന്നിന് അവളും പറയുമ്പം ഇത് കേട്ടവനും, സൂപ്പർ സ്റ്റാർ, ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്, നീ ഇങ്ങനെ എന്റെ പുറം നടക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഇഷ്ടപ്പെടണമെന്നില്ല, പോരാതെ നിനക്ക് ചേരുന്ന ആളൊന്നുമല്ല, നിന്നെ കാണാൻ എന്തോ ലുക്ക, ഞാനൊക്കെ എവിടാ ക്യൂമാൻഡിൻ, ഞാൻ അവസാനമായിട്ട് പറയാം, ഞാൻ നിന്നെ ജസ്റ്റ് ഒരു ഫ്രണ്ട് ആയിട്ടേ കണ്ടുള്ളൂ, എന്റെ ഒരു നല്ല ഫ്രണ്ടാണ് നീ എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് അവളും ദേഷ്യപ്പെട്ട് അവനെ അടിക്കും. എന്നാലും നമ്മുടെ ഗൂ സൈലന്റ് ആയിട്ട്
സൂപ്പർ സ്റ്റാർ, ഇതാ സത്യം. ഞാൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ. നീ ഇതോടെ നിർത്തിയേക്ക്, ഇല്ലെങ്കിൽ നീ ആയിരിക്കും കുറെ ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് അവളെ കയറി പറയുമ്പം ഇതേക്ക് നമ്മുടെ സൂപ്പർ സ്റ്റാറും നല്ലോണം ദേഷ്യപ്പെട്ട് അവനെ പുറത്തേക്ക് പോകാൻ പറയും. ഇതും കേട്ട് അവനൊന്നും പറയാതെ സൈലന്റ് ആയിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതേസമയം നമ്മുടെ ജാനും സിയെ കാണാൻ മിഡിൽ സ്കൂളിൽ വന്നിട്ട് അവളോട് സഹായം ചോദിക്കും. എടി സി, ഇന്ന് നീ എന്റെ കൂടെ ഒരു പാർട്ടിക്ക് വരാ, അവിടെ കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ട്. എന്നിട്ട് അവളും വിളിക്കുമ്പം ഇത് കേട്ട് സിയും, ഓ നിന്റെ കൂടെ ഞാൻ വരത്തില്ല, കഴിഞ്ഞ തവണ വന്നപ്പോ തന്നെ ആ ഷെന്നിന്റെ കണ്ണിലെ പോയി പെട്ട, ഇനി ഞാൻ വരാൻ തയ്യാറില്ല. എന്നിട്ട് അവളും പറയുമ്പം ഇത് കേട്ട് ജാനും, സി നീ വന്നേ പറ്റത്തുള്ളൂ. എന്നിട്ട് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയത്ത് നമ്മുടെ ഗു വന്നിട്ട്, ആ സി നീ എവിടെ പോവാ എന്നിട്ട് അവൻ ചോദിക്കും. ഇത് കേട്ട് അവളും, ഞാൻ അവിടെ പോയി നിനക്ക് എന്തുവാ എന്നിട്ട് എപ്പോഴത്തും പോയി സംസാരിക്കും. പക്ഷെ ഇത് കേട്ട് നമ്മുടെ ഗു ഒന്നും മൈൻഡ് ചെയ്യാതെ, എങ്കിൽ ശരി പോയിട്ട് നേരത്തെ വരണേ. എന്നിട്ട് അവന് ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുമ്പോൾ ഇത് കേട്ട് നമ്മുടെ സിയും ഷോക്കായിരിക്കും. അതിനുശേഷം ജാനും സിയും വിളിച്ചോണ്ട് ആ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് പോകുമ്പോഴാണ് നമ്മുടെ സിയും ചോദിക്കുന്നത്, എടി ഇത്ര റിച്ച് ആയിട്ട് പാർട്ടിക്ക് നിന്നെ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യും, നിന്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ റിച്ച് അല്ലല്ലേ. എന്നിട്ട് അവളായിട്ട് സംസാരിച്ചോണ്ട് വരുമ്പോഴാണ് നമ്മുടെ ജാൻ ഒന്നും പറയാതെ വേറൊരു പയ്യനായിട്ട് ഡാൻസ് കളിക്കാൻ പോകും. ഇത് കണ്ട് സിയും, എടി വല്ലതും പറഞ്ഞിട്ട് ഓടി. എന്നിട്ട് അവളും ഒന്നും മനസ്സിലാവിടെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മാസ്ക് ഇട്ടോണ്ട് ഒരുത്തൻ നമ്മുടെ സിയുടെ കൂടെ ഡാൻസ് കളിക്കാൻ വിളിക്കും. ഇത് വേറെ ആരുമില്ല, നമ്മുടെ ഷെന്നാണ്. അങ്ങനെ ഇവനെ കണ്ട് അവള് ഷോക്കായിരിക്കുമ്പോഴാണ് നമ്മുടെ ഷെന്നും, സി നിനക്ക് ഞാൻ ആരാന്ന് മനസ്സിലായോ. എന്നിട്ട് അവനും പെട്ടെന്ന് മാസ്ക് ഊരിയതോടെ അവളൊന്നും പറയാൻ സൈലന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് ഷെന്നും അവളുടെ മാസ്ക് ഊരിയിട്ട്, സി ഞാൻ ആരാന്ന് നിനക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷെ നീ ആരെന്ന് എനിക്കറിയാം. എന്നിട്ട് അവനും പറഞ്ഞോടെ ഇത് കേട്ട് സിയും ടെൻഷനായി പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകും. അതേസമയം നമ്മുടെ ഗു തിരിച്ച് സി മിലിറ്ററി അക്കാഡമി വരുന്നവരെ അവളുടെ ഷർട്ടിലെ ഒരു ബട്ടൺസും പൊട്ടിച്ച് അതിലൊരു മാല ഉണ്ടായി കാണും. അങ്ങനെ അതും നോക്കിക്കൊണ്ടേ നമ്മുടെ സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവളിങ്ങനെ താഴേക്ക് വരുന്നത്. ഇത് കണ്ട് നമ്മുടെ ഗുവും, സി ഞാൻ നിന്നെ കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് തന്നിട്ടുണ്ട്, മുകളിലേക്ക് വാ. എന്നിട്ട് അവനും വിളിക്കുമ്പം ഇത്ര സമയം ടെൻഷനായിട്ട് നമ്മുടെ സി ആഹാരം എന്ന് കേട്ട ഉടനെ പെട്ടെന്ന് അവൾ സന്തോഷപ്പെട്ട് റൂമിലേക്ക് പോകും. അതേസമയം ഇതേ കാണുന്ന നമ്മുടെ ശനിനൊന്നും മനസ്സിലാവാതെ അവ റൂമിൽ ചെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. സി എന്നെ കാണുമ്പോൾ മാത്രം സൈലന്റ് ആയിട്ടിരിക്കുന്നു, പക്ഷെ അവനെ കണ്ടാൽ മാത്രം എന്തിനാ ഇത്രയ്ക്ക് സന്തോഷപ്പെടുന്നത്. എന്നെ തന്നെ ആലോചിച്ച് അവനിനെ കൺഫ്യൂസ് ആയിക്കൊണ്ടിരിക്കും. അതേസമയം നമ്മുടെ സിയും നമ്മുടെ ഷെന്നിനെ ഓർത്ത് അവളും ടെൻഷനാകും. കാരണം പാർട്ടി വെച്ച് നമ്മുടെ ഷെന്നും അവൾ ആരാന്ന് അവൻ അറിയാന്ന് പറഞ്ഞാണ്. ഇത് ഓർത്ത് നോക്കി നമ്മുടെ സി ഒരു വശം നമ്മുടെ ഷെന്നിന് ഇവൾ സത്യത്തിൽ ഒരു പെണ്ണാന്നുള്ള കാര്യം അവൻ അറിഞ്ഞില്ലെന്ന് അവൾ അതിനെ കുറിച്ച് ഓർത്തോണ്ടിരിക്കും. അങ്ങനെ അടുത്ത ദിവസം മിലിറ്ററി ക്യാന്റീനിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ ഷെന്ന് സിയെ കണ്ടിട്ട്, സി നിന്റെ ഷർട്ടിലെ 2 ബട്ടൺസ് തേടാത്ത. എന്നിട്ട് അവന് അവളെ കെയർ ചെയ്യുമ്പം ഇത് കേട്ട് നമ്മുടെ ഗു ദേഷ്യപ്പെട്ട്, ആ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നീ വേറെ പണിയുണ്ടോ നോക്ക്. എന്നിട്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ദേഷ്യപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമ്മുടെ ഷെന്നും പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ സി വരുന്നുണ്ട്. അവനടുത്തേക്ക് ചെന്ന്, ആ സി ഞാൻ നിന്റെ അനിയത്തെ കാണാൻ വേണ്ടി പോവാ, നീയും വരുന്നോ. എന്നിട്ട് അവനും ചോദിക്കുമ്പോൾ അവളും, ഇല്ല ഞാൻ വരുന്നില്ല, നീ തന്നെ ഒറ്റയ്ക്ക് പോയിക്കോ. എന്നിട്ട് അവനെ പറഞ്ഞയച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ സി അവിടുന്ന് ഗെറ്റപ്പ് എല്ലാം ചേഞ്ച് ചെയ്ത് സ്കൂളിന്റെ ഫ്രണ്ടിൽ ചെല്ലാൻ നോക്കും. പക്ഷെ അതിനുമ്പേ നമ്മുടെ ഷെൻ അവിടെ കാത്തിരിക്കും. അതിനുശേഷം അവന് നമ്മുടെ സി വരുന്നുണ്ടിട്ട്, ആ സി നിന്നെ കാണാൻ വേണ്ടി അവിടെ വന്ന് ഇന്നലെ പാർട്ടി വെച്ച്. എന്നിട്ട് അവനും പറയാറുമ്പോഴാണ് സിയും, ആ ഷൻ നീ എന്തോ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി, പക്ഷെ നീ വിചാരിക്കുന്ന പോലെ എനിക്ക് അത്രയ്ക്കും പ്രായമൊന്നും ആയിട്ടില്ല, ഞാൻ കൊച്ചു വെച്ച, അതുകൊണ്ട് എന്നെ ഇങ്ങനെ പ്രൊപ്പോസ് ചെയ്യല്. എന്നിട്ട് അവളും പറയുമ്പം ഇത് കേട്ട് ഷെന്നും, എന്തോ കൊച്ചു വെച്ച, പക്ഷെ സിയും നീയും ട്വിൻസ് ആണല്ലോ ഞാൻ അറിഞ്ഞ, അപ്പോ അവന്റെ പ്രായമല്ലേ നിനക്കും കാണത്തുള്ളൂ. എന്നിട്ട് അവന് പോയിന്റ് എടുത്ത് വെക്കുമ്പോഴാണ് ഇത് കേട്ട് അവള് ടെൻഷൻ ആയിക്കൊണ്ട്, ആശൻ എന്തായാലും എനിക്കിപ്പോ അതിലൊന്നും താല്പര്യമില്ല, കാരണം ഞാൻ അതിനൊന്നും റെഡി ആയിട്ടില്ല. എന്നിട്ട് അവൾ ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇത് കേട്ട് നമ്മുടെ ഷെന്നും, ആ എനിക്കിപ്പോഴാണ് മനസ്സിലായ, ഒരേ നിന്റെ ചേട്ടനെ നീ പേടിക്കണോ, എങ്കിൽ ശരി അവനോട് ഞാൻ തന്നെ പോയി സംസാരിച്ചോളാം. എന്നിട്ട് അവന് ഡയറക്റ്റ് മിലിറ്ററി സ്കൂളിലേക്ക് പോകുമ്പോഴാണ് ഇത് കണ്ട് അവളും ദേഷ്യപ്പെട്ട്, എടാ ഷൻ ഞാൻ നിന്നെ വെറുതെ വിടത്തില്ലടാ, ഇനി വീണ്ടും ഞാൻ വിളിച്ചിട്ടുണ്ട് പോണോ. എന്നിട്ട് പെട്ടെന്ന് അവളും മിലിറ്ററി സ്കൂളിലേക്ക് പോകും. അങ്ങനെ നേരെ നമ്മുടെ ഷെന്നിൻ റൂമിലേക്ക് ചെന്ന്, ആ ഷൻ നീ എന്നോട് എന്തോ പറയാന്ന് വെച്ചാ പറ. എന്നിട്ട് അവൾ കഴിക്കുമ്പോഴാണ് നമ്മുടെ ഷെന്നും, ഞാൻ എന്തോ പറയാനാ സി, പെട്ടെന്ന് എന്റെ റൂമിലെ വാതിൽ തുറന്ന് എന്നോട് പറയാൻ പറഞ്ഞ ഞാൻ എന്തോ പറയാൻ. എന്നിട്ട് അവൻ പറഞ്ഞവിടെ നമ്മുടെ സീൻ ഷോക്കായി, അവൻ വന്ന് സംസാരിക്കുന്ന മുമ്പേ ഞാനെല്ലാം അറിയാൻ നിനക്ക് സംസാരിച്ചല്ല, ഇപ്പൊ മിലിറ്ററി സ്കൂളിൽ പഠിക്കുന്ന എനിക്ക് അവരുടെ സംസാരിച്ച കാര്യം അറിയത്തില്ലല്ലോ. എന്നിട്ട് അവളും നമ്മുടെ ഷെന്നിനോടൊന്നും പറയാതെ അവിടെ നിന്ന് പോകും. ഇതൊക്കെ കണ്ട് നമ്മുടെ ഷെന്ന് അകത്തിന് ചിരിച്ചോണ്ടിരിക്കും. കാരണം അവൻ പ്രൂവ് ചെയ്യാൻ വിചാരിക്കുന്നത് നമ്മുടെ സീ തന്നെ ആൺവേഷം ഇട്ടേക്കുന്നെന്ന് അവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്നാണ്. അതേസമയം നമ്മുടെ സോങ്ങും ഫ്ലവേഴ്സ് ആയിട്ട് നമ്മൾ സിയെ കാണാൻ വന്നിട്ട്, എടാ സി ഞാൻ നിന്റെ അനിയത്തിക്ക് ഫ്ലവേഴ്സ് കൊടുക്കാൻ പോവാ, നീ എന്റെ കൂടെ വരുന്ന. എന്നിട്ട് അവള് കളിക്കുമ്പം ഇത് കേട്ട് മൊത്തം ദേഷ്യപ്പെട്ട്, എടാ നിനക്കൊന്നും വേറെ ജോലി ഇല്ലാടാ, ഒന്ന് പോയ. എന്നിട്ട് അവളും പറയുമ്പോഴാണ് അവനും, എങ്കിൽ ശരി സി നീ ദേഷ്യപ്പെടണ്ട, അവൾക്ക് ഇഷ്ടം ലില്ലിയാണോ റോസ് ആണോ. എന്നിട്ട് അവൻ ചോദിച്ചാടാ. ഇത് കേട്ട് അവളും ദേഷ്യപ്പെട്ട് ആ പൂവെല്ലാം ചവിട്ടി കളഞ്ഞിട്ട്, അവൾക്ക് പൂവേ ഇഷ്ടമല്ല, ഇറങ്ങി പോടാ. എന്നിട്ട് അവന് ദേഷ്യപ്പെട്ട് പുറത്താക്കും. അങ്ങനെ അതിനുശേഷം നമ്മുടെ സിയും അവളുടെ കൂട്ടുകാർ ജാനോട് പറഞ്ഞോണ്ടിരിക്കും, എടി ഇപ്പൊ ഞാൻ എന്തോ ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല, അഗു എന്നെ മുമ്പേ പ്രൊപ്പോസ് ചെയ്ത്, അതേസമയം ഷെന്നി ഇപ്പൊ എന്നെ പ്രൊപ്പോസ് ചെയ്ത്, ഇപ്പൊ ഞാൻ ആർക്കോ ഓക്കെ പറയണ്ട, ഇതിന്റെ ഇടയ്ക്ക് സോങ്ങും വരുന്നു. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് ജാനും, എടി സി ഇത് നീ ഇങ്ങനെ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമൊന്നുമില്ല, നീ നല്ലോണം ആലോചിച്ച് നിനക്ക് ആരാണ് ഇഷ്ടം നീ അത് പെർഫെക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യണം. എന്നിട്ട് അവൾ അഡ്വൈസ് പറഞ്ഞോടെ ഇതും കേട്ട് സീൻ തിരിച്ച് മിലിറ്ററി സ്കൂളിലേക്ക് പോകുമ്പോഴാണ് അവളെ കണ്ട് നമ്മുടെ ഷെനും തിരിച്ചോണ്ട് അടുത്തേക്ക് വന്നിട്ട്, സി നിന്നെ കമാൻഡർ വിളിക്കുന്നു. എന്നിട്ട് അവനും പറഞ്ഞിട്ട് പോകും. ഇതും കേട്ട് അവളും എന്നെന്തിനാ കമാൻഡർ വിളിക്കുന്നത്. എന്നിട്ട് ഡൗട്ടോടെ അകത്ത് കയറുമ്പോഴാണ് കമാൻഡർ പറയുന്നത്, സി ഇനി തൊട്ട് നീ റൂം 103 ഷിഫ്റ്റ് ആയിക്കോ, കാരണം നിനക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നൊക്കെ ഈ മിലിറ്ററി സ്കൂൾ മൊത്തം ചെറിയ റൂമേഴ്സ് ഒക്കെ ഇങ്ങനെ പോകുന്നു, അത് നമുക്ക് തടയണമെങ്കിൽ നീ റൂം മാറിയേ പറ്റത്തുള്ളൂ. എന്നിട്ട് കമാൻഡർ പറയുമ്പോഴാണ് ഇത്
കേട്ട് ചെയ്യും എന്തോ റൂം മാറാനാ എന്നിട്ട് അവൾ അവിടെ തന്നെ നിൽക്കും. അപ്പോഴാണ് ഇത് കണ്ട് കമാൻഡർ ഔട്ട് അടിച്ചിട്ട് നീ ഇങ്ങനെ നിൽക്കുന്നുണ്ടാ ആ റൂമർസ് ഒക്കെ സത്യം തോന്നല്ല എന്നിന് കമാൻഡർ പറഞ്ഞോളെ അവളും ഇല്ല ഞാൻ ഇപ്പൊ തന്നെ റൂം മാറിക്കോളാം എന്നിന് അവളും പെട്ടെന്ന് നമ്മുടെ സോങ്ങിന്റെ ഹെൽപ്പോടെ റൂമിൽ നിന്ന് എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് പാക്ക് ചെയ്യും. അതേസമയം നമ്മുടെ ഗു അവിടെ കാണത്തില്ല. ഇതുകൊണ്ട് അവനോട് പറയാതെ നമ്മുടെ സി അവിടെ നിന്ന് റൂം ഷിഫ്റ്റ് ആകും. അതേസമയം നമ്മുടെ ഗുവും സിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്സ് ഒക്കെ അവൻ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഷെന്നും നമ്മുടെ സിയെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് അവളും ചോദിക്കുന്നത് ഷെൻ നീ കാരണമാണോ എന്നെ റൂം മാറ്റിയ എന്നിട്ട് അവളും ചോദിക്കുമ്പോൾ അവനും ഞാനാ കമാൻഡറിനോട് പറഞ്ഞു കാരണം ഈ സ്കൂൾ മൊത്തത്തിൽ നിന്നെയും ഗുവിനും കൂടെ ഒരുമിച്ച് സംസാരിക്കുന്നത് അത് നിനക്ക് സേഫ്റ്റിയില്ലെന്ന് ഞാൻ വിചാരിച്ചു ഒരു ഫ്രണ്ടായിട്ട് എനിക്ക് ഇതുപോലും ചെയ്തോടാ എന്നിട്ട് അവനും ചോദിക്കുമ്പോൾ ഇത് കേട്ട് നമ്മുടെ സി ഒന്നും പറയാൻ സൈലന്റ് ആയിട്ടിരിക്കും. അതേസമയം ഫുഡായിട്ട് സന്തോഷത്തോടെ നമ്മുടെ സിയെ കാണാൻ വരുമ്പോഴാണ് അവിടെ അവളുടെ ഒരു സാധനം കാണത്തില്ല. ഇത് കണ്ടവർ നമ്മുടെ ഗൂ മൊത്തം ഷോക്കായി പോലീസ് സി ഇവിടെ നിന്ന് പോയെന്ന് പേടിച്ച് പെട്ടെന്ന് മിലിറ്ററി സ്കൂൾ മൊത്തം അവളെ തപ്പും. എടാ നീ സിയെ കണ്ട എന്നിട്ട് ഓരോരുത്തന്മാർ ചോദിക്കുമ്പോൾ അവന്മാരും കണ്ടില്ലെന്ന് പറയും. അങ്ങനെ അവനും പേടിച്ചോണ്ട് ആ മിലിറ്ററി സ്കൂൾ മൊത്തം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ബാത്റൂമിൽ നിന്ന് ലീ ഇറങ്ങിയിരുന്നത്. ഇത് കണ്ട് നമ്മുടെ ഗു പെട്ടെന്ന് അവനെ അടിച്ചിട്ട് എടാ സി എവിടാടാ എന്നിട്ട് അവനടിക്കുമ്പോഴാണ് ഇത് കേട്ട് അവനും എനിക്കെങ്ങനെ അറിയാടാ ഞാൻ ഇപ്പോഴാ ബാത്റൂമിൽ നിന്ന് വരുന്നത് ചുമ്മാതെ വയറ് കലക്കൊണ്ടിരിക്കുക ഒന്ന് പോയെ എന്നിട്ട് അവനും പറയുമ്പം പെട്ടെന്ന് നമ്മൾ സോങ് എടുത്തേക്ക് വന്നിട്ട് ഗു സി വേറെ റൂമിലേക്ക് ഷിഫ്റ്റ് ആയടാ എന്നിട്ട് അവനും പറഞ്ഞവിടെ പെട്ടെന്ന് നമ്മുടെ ഗു സി അന്വേഷിച്ച് ആ റൂമിലേക്ക് അങ്ങ് പോകും. അപ്പോഴാണ് അവനെ കണ്ടിട്ട് അവളും ഗു ഞാൻ നിന്നോട് പറഞ്ഞിട്ട് മാറാനേ വിചാരിച്ചു പക്ഷെ നീ ഇവിടെ ഇല്ലായിരുന്നു എന്നിട്ട് അവളും പറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഗു ദേഷ്യപ്പെട്ട് സി നീ റൂം മാറാനുള്ള കാരണം ആ ഷെന്നാണോ എന്നിട്ട് അവനും ചോദിക്കുമ്പം അവളൊന്നും പറയാൻ സൈലന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവൻ ദേഷ്യപ്പെട്ട് സി ഇതിനെല്ലാം കാരണം ആ ഷെന്നാണോ എന്നിട്ട് അവൻ മൊത്തത്തിൽ ചൂടായതോടെ ഇത് കേട്ട് സിയും ഇപ്പൊ സത്യം പറഞ്ഞ ഇവർ തമ്മിൽ വലിയ പ്രശ്നം പറഞ്ഞ് നമ്മുടെ സിയും പെട്ടെന്ന് ഇല്ല ഗു ഞാനായിട്ട് റൂം മാറിയ കാരണം മിലിറ്ററി സ്കൂൾ മൊത്തത്തിൽ നമ്മളെ കുറിച്ച് തെറ്റായിട്ടല്ല പറയുന്നത് അത് മാറാൻ വേണ്ടി ഞാൻ റൂം മാറിയ എന്നിട്ട് അവൾ പറഞ്ഞോടെ ഇത് കേട്ട് നമ്മുടെ ഗു മൊത്തത്തിൽ ഇമോഷണൽ ആയിട്ട് അവനവിടെ നിന്ന് പോകും. അതേസമയം നമ്മുടെ സിയും ഗുവിനോട് അങ്ങനെ പറഞ്ഞാലോചിച്ച് അവളും വിഷമിച്ചോണ്ടിരിക്കും. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ സി സോങ് കൂടെ നടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഗു സിയെ കണ്ടിട്ടും അവളെ മൈൻഡ് ചെയ്യാത്ത പോലെ അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കാണുക. കൂടാതെ ഈ എപ്പിസോഡ് ഇങ്ങനെ താഴെ കമന്റിൽ പറയുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.